കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണ കരാറിന് കുവൈറ്റ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം. സൗദിക്ക് പിന്നാലെ കുവൈറ്റുമായും പാകിസ്ഥാൻ പ്രതിരോധ സഹകരണ കരാർ ശക്തമാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്ക ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ സുരക്ഷാ പങ്കാളിത്തങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ പങ്കാളിത്തം ശ്രദ്ധ നേടുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥയില്ലെങ്കിലും ഈ കരാർ അത്തരമൊരു സഖ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. 3 വർഷം മുൻപ് 2023 ജൂണിൽ പാകിസ്ഥാനുമായി ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാറിനാണ് കുവൈറ്റ് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെ ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കരാറിന് അംഗീകാരം നൽകിയത്. കരാറിന്റെ വിശദാംശങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2026 ജൂലൈ 26 കുവൈറ്റിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഡിക്രി ലോ നമ്പർ 73 വഴിയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം. ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിൽ സൈനിക പരിശീലനം, പ്രതിരോധ വിദ്യാഭ്യാസം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൈമാറ്റം, ലോജിസ്റ്റിക്സ്, പ്രതിരോധ സാങ്കേതികവിദ്യ, ഗവേഷണം, സൈനിക ഉൽപാദനം, ഇലക്ട്രോണിക്സ് ആശയവിനിമയ സംവിധാനങ്ങൾ, ശാസ്ത്രീയ ഗവേഷണം, സൈനിക മാധ്യമ പ്രവർത്തനം, സാംസ്കാരിക കായിക സഹകരണം എന്നിവയിൽ അടുത്ത സഹകരണമുണ്ടാകും. കരാറിന്റെ ഭാഗമായി സംയുക്ത സൈനിക സമിതി രൂപീകരിക്കും. ഈ സമിതിയാണ് സംയുക്ത സൈനികാഭ്യാസങ്ങൾ, ഔദ്യോഗിക സന്ദർശനങ്ങൾ, വിവിധ പ്രതിരോധ പദ്ധതികൾ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുക. കൈമാറുന്ന രഹസ്യ വിവരങ്ങൾ മൂന്നാം കക്ഷികൾക്ക് കൈമാറരുതെന്ന വ്യവസ്ഥയും ഉൾപ്പെട്ടിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് കരാർ. ഇരു രാജ്യങ്ങൾക്കും എതിർപ്പില്ലെങ്കിൽ കരാർ സ്വാഭാവികമായും പുതുക്കപ്പെടും. ഈ കരാറിന്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്? കരാർ നിലവിൽ വരുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുന്നതും പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകളും സജീവ ചർച്ചയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കരാർ ഔദ്യോഗികമായി നിലവിൽ വരുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇതിനു മുൻപ് 2025 പാകിസ്ഥാനും സൗദി അറേബ്യയും സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് സൗദി പാകിസ്ഥാൻ കരാറുണ്ടായത്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു വ്യവസ്ഥ. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനും ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കരാർ. ഏത് ആക്രമണത്തിനുമെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തൽ ലക്ഷ്യമിട്ടിരുന്നു. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും എന്നതായിരുന്നു വ്യവസ്ഥ. സൗദിയുമായുള്ള ഈ കരാറിന് പിന്നാലെ പാകിസ്ഥാൻ, തുർക്കിയും ഖത്തറും ഈ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതന്ന് ഇസ്ലാമിക് നാറ്റോ എന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അങ്ങനെ ചർച്ചകൾക്കിടയിലാണ് കുവൈറ്റുമായി കരാർ യാഥാർത്ഥ്യമാകുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥയില്ലെങ്കിലും ഈ കരാർ വീണ്ടും ഇസ്ലാമിക് നാറ്റോ എന്ന ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. എന്താണ് ഇസ്ലാമിക് നാറ്റോ? ഇസ്ലാമിക് നാറ്റോ എന്നത് ഒരു ഔദ്യോഗിക നാമമല്ല, മറിച്ച് നാറ്റോയ്ക്ക് സമാനമായ ഒരു നിർദ്ദിഷ്ട പ്രതിരോധ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാൻ നിരീക്ഷകർ ഉപയോഗിക്കുന്നതാണ് ഈ പദം. ഇസ്ലാമിക് നാറ്റോ എന്നതിന് പുറമെ മുസ്ലിം നാറ്റോ എന്നും ചിലർ ഇതിനെ വിളിക്കുന്നുണ്ട്. പാശ്ചാത്യ സൈനിക സഖ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ സുരക്ഷാ സംവിധാനം രൂപീകരിക്കണമെന്ന ആശയമാണ് ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ തമ്മിലുള്ള സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് സമാനമായി ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യമാണ് ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള ഈ സഖ്യത്തിൽ ഭാവിയിൽ മറ്റ് ഇസ്ലാമിക് അറബ് രാജ്യങ്ങളും അംഗമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾക്കായി നാറ്റോ ശൈലിയുള്ള ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് ഈജിപ്ത് ശുപാർശ ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കലാണ് ഈ സങ്കല്പ കൂട്ടായ്മയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. പാകിസ്ഥാൻ കുവൈറ്റ് കരാറിൽ നാറ്റോ മാതൃകയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥയില്ലെങ്കിലും സൗദിക്ക് പിന്നാലെ രൂപപ്പെടുന്ന ഈ കരാർ അത്തരമൊരു സഖ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ
ഇത് യാഥാർത്ഥ്യമാകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും പ്രധാന സുരക്ഷാ പങ്കാളി അമേരിക്കയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് ദീർഘകാല സുരക്ഷാ കരാറുണ്ട്. മേഖലയിൽ നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തുർക്കി ഇതിനകം നാറ്റോ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ അമേരിക്കൻ സുരക്ഷാ ഉറപ്പുകൾ ഉപേക്ഷിച്ച് പാകിസ്ഥാനെ ആശ്രയിക്കുമെന്ന വാദം യാഥാർത്ഥ്യബോധമുള്ളതല്ല എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിലെ പുതിയ സുരക്ഷാ ആശങ്കകൾ. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ വലിയ തോതിൽ മാറ്റിമറിച്ചു. പിന്നീട് ലെബനൻ, സിറിയ, യമൻ, ഇറാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ മേഖലയിൽ പുതിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധവും അതിനു മറുപടിയായി ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണവും സുരക്ഷാ വെല്ലുവിളി ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷാ പങ്കാളിത്തം വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ സുരക്ഷാ വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സൗദിയുമായുള്ള പരസ്പര പ്രതിരോധ കരാർ നിലവിലുണ്ടെങ്കിലും ഇറാനും യമനിലെ ഹൂതി വിമതരും സൗദിക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് സൈനിക ഇടപെടൽ നടത്തിയില്ല. അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി സുരക്ഷാ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും സൗദി സൈനികമായി ഇടപെട്ടില്ല. ഇത് ഇത്തരം കരാറുകളിലെ പരസ്പര പ്രതിരോധ വ്യവസ്ഥകൾ പ്രായോഗികമായി എത്രത്തോളം നടപ്പിലാക്കാനാകും എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഭീഷണിയോ? തുർക്കിയുടെ സൈനിക ആയുധ നിർമ്മാണ ശേഷിയും യുദ്ധപരിചയവും പാകിസ്ഥാന്റെ ആണവ പ്രതിരോധ മിസൈൽ ശേഷികളും സൗദി അറേബ്യയുടെയും കുവൈറ്റിന്റെയും അപാരമായ സാമ്പത്തിക സ്വാധീനവും ഒക്കെ ഒത്തുചേരുമ്പോൾ ഇസ്ലാമിക് നാറ്റോ സങ്കല്പം ലോകത്തിലെ തന്നെ കരുത്തുറ്റ കൂട്ടായ്മയായി മാറുമെന്നതിൽ സംശയമില്ല. പാകിസ്ഥാൻ, തുർക്കി, സൗദി, കുവൈറ്റ് സഖ്യം ഒരു നയതന്ത്ര പരീക്ഷണം എന്നതിലുപരിയായി സുരക്ഷാ വെല്ലുവിളി എന്ന നിലയിലും ഇന്ത്യക്ക് പരിഗണിക്കേണ്ടി വന്നേക്കും. കശ്മീർ പോലെയുള്ള വിഷയങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെ തുർക്കിയുടെ മുൻകാല രാഷ്ട്രീയ പിന്തുണ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം. ഇന്ത്യ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഗൾഫ് രാജ്യങ്ങൾ പുതിയ പ്രതിരോധ പങ്കാളിത്തങ്ങൾ തേടുന്നുണ്ടെങ്കിലും അത് അമേരിക്കയെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാനല്ല, മറിച്ച് നിലവിലുള്ള അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തിന് പുറമെ മറ്റ് സുരക്ഷാ വഴികൾ കണ്ടെത്താനാണ് ഈ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കുവൈറ്റ് പ്രതിരോധ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്ന ഒരു സുപ്രധാന നീക്കമാണെങ്കിലും അതിനെ അടിസ്ഥാനമാക്കി ഉടൻ ഒരു ഇസ്ലാമിക് നാറ്റോ രൂപം കൊള്ളുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല. ഈ കരാറുകൾ വിശാലമായ ഒരു പ്രാദേശിക സുരക്ഷാ സംവിധാനമായി വളരുമോ അതോ വെറും ഉഭയകക്ഷി സഹകരണത്തിൽ മാത്രം ഒതുങ്ങുമോ എന്ന് നിശ്ചയിക്കുന്നത് വരുംകാല സാഹചര്യങ്ങളാകും.